എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +1 മാത്തമാറ്റിക്സ് ക്രിസ്മസ് എക്സാമിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ഷോർട്ട് വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു 3-4 ചോദ്യങ്ങൾ പഠിക്കാവുന്ന രീതിയിലുള്ള വീഡിയോസാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കണ്ട് മാക്സിമം പ്രയോജനപ്പെടുത്തി അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ. സോ അപ്പോൾ ട്രിഗണോമെട്രിയിൽ നിന്നും സ്ഥിരം ക്രിസ്മസ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചെയ്ത് തുടങ്ങാം. Prove that cos of pi/4 plus x plus cos of pi/4 minus x equal to √2 cos x. സാധാരണ പരീക്ഷയ്ക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൂവ് ദാറ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു അതേപോലെ എഴുതാണേ, cos of pi/4 plus x plus cos of pi/4 minus x അല്ലേ, pi/4 minus x. ഇനി എന്താ അപ്ലൈ ചെയ്യുക, കോസ് എ പ്ലസ് കോസ് ബി ഫോർമുല അപ്ലൈ ചെയ്യുക. എന്താണ് കോസ് എ പ്ലസ് കോസ് ബി? കോസ് എ പ്ലസ് കോസ് ബി ഇസ് ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഓക്കെ, ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? സോ ദിസ് ഈസ് ഈക്വൽ ടു 2 കോസ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എ ആയിട്ട് എടുക്കുക, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബി ആയിട്ട് എടുക്കുകയാണ്. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ pi/4 പ്ലസ് എക്സ് പ്ലസ് pi/4 മൈനസ് എക്സ് ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. എ എന്ന് പറയുമ്പോൾ എന്താണ്, pi/4 പ്ലസ് എക്സ് മൈനസ് pi/4 മൈനസ് എക്സ് ബൈ 2. ഓക്കെ ആണേ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 കോസ്, ഇവിടെ നമുക്ക് പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം. pi/4ഉം pi/4 കൂടെ കൂട്ടിയാൽ അത് റേഡിയൻ ടു ഡിഗ്രി കൺവേർഷൻ അറിയാമെങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ആൻസറിലേക്ക് വരാം. pi/4 എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. 45 കൂട്ടിയാൽ 90, 90യുടെ പകുതി 45. അപ്പോൾ എഗെയിൻ pi/4 തന്നെയാണ് വരുന്നത്. ഓക്കെ ആണേ, ക്ലിയർ ആണേ. കോസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ pi/4 പ്ലസ് എക്സ് മൈനസ് pi/4, മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് pi/4 മൈനസ് pi/4 ക്യാൻസൽ. സോ 2 ഇൻറ്റു കോസ് pi/4 കോസ് 45 എത്ര, 1/√2 വരും. കോസ് എക്സും എക്സും കൂട്ടിയാൽ 2x ഡിവൈഡഡ് ബൈ എന്താണ് 2. 2 ഇൻറ്റുവും ക്യാൻസൽ ചെയ്യാം. ഇവിടെ ഈ 2ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, √2 ഇൻറ്റു √2 എന്ന് കൊടുക്കാം, ഇൻറ്റു 1/√2 കോസ് എക്സ്. ക്ലിയർ. √2 വെട്ടാം, ആൻസർ എന്ത് കിട്ടും, √2 കോസ് എക്സ് വരും ആൻസർ. √2 കോസ് എക്സ് ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം. ഓക്കെ, സോ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ആയി അല്ലേ, റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് √2 കോസ് എക്സ്. സോ ദിസ് ഈസ് ഈക്വൽ ടു അവർ റൈറ്റ് ഹാൻഡ് സൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സൈൻ 5x പ്ലസ് സൈൻ 3x ബൈ cos 5x plus cos 3x equal to tan 4x. ഓക്കെ, ഇതേ ഇക്വേഷൻ മുകളിൽ സൈൻ എ പ്ലസ് സൈൻ ബി, താഴെ കോസ് എ പ്ലസ് കോസ് ബി. കോസ് എ പ്ലസ് കോസ് ബി ഓൾറെഡി ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മുകളിൽ ആവശ്യമുള്ള എന്താണ്, സൈൻ എ പ്ലസ് സൈൻ ബി. അതും കൂടെ നോട്ട് ചെയ്തോളൂ. സൈൻ എ പ്ലസ് സൈൻ ബി എന്താണ്, സൈൻ എ പ്ലസ് സൈൻ ബി ഇസ് ഈക്വൽ ടു 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ഓക്കെ ആണേ, അങ്ങോട്ട് അപ്ലൈ ചെയ്തോളൂ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യം എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, സൈൻ 5x പ്ലസ് സൈൻ 3x ഡിവൈഡഡ് ബൈ കോസ് 5x പ്ലസ് കോസ് 3x. ന്യൂമറേറ്ററിൽ എന്താ അപ്ലൈ ചെയ്യാം, സൈൻ എ പ്ലസ് സൈൻ ബി. സൈൻ എ പ്ലസ് സൈൻ ബി എന്തുവാ, 2 സൈൻ എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 2 സൈൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 5x പ്ലസ് 3x ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2 എന്ന് പറയുമ്പോൾ 5x മൈനസ് 3x ബൈ 2. ഡിനോമിനേറ്ററിൽ എന്താ അപ്ലൈ ചെയ്യാം നമുക്ക്, കോസ് എ പ്ലസ് കോസ് ബി. കോസ് എ പ്ലസ് കോസ് ബി എന്തുവാ, 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. ശരിയല്ലയോ? സോ 2 കോസ് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 5x പ്ലസ് 3x ബൈ 2 കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ 5x മൈനസ് 3x ബൈ 2. ഓക്കെ ആണേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 സൈൻ 5xും 3xും കൂടെ കൂട്ടിയാൽ 8x, 8xന്റെ പകുതി 4x കോസ് 5xൽ നിന്ന് 3x പോയാൽ 2x, 2xന്റെ പകുതി x ഡിവൈഡഡ് ബൈ 2 കോസ്
5x 3x കൂടെ കൂട്ടിയാൽ 8x, 8xന്റെ പകുതി 4x cos 5x ന്ന് 3x പോയ 2x, 2xന്റെ പകുതി x. 2 × 2 ക്യാൻസൽ ചെയ്യാം, cos x ഉം cos x ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി വരുന്ന എന്താണ്? sin 4x ഡിവൈഡഡ് ബൈ cos 4x. sin 4x നെ cos 4x കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? tan 4x അല്ലേ? sin θ ബൈ cos θ എന്താണെന്ന് അറിയാം നമുക്ക്, tan θ ആണെന്ന് അറിയാം. സോ tan 4x ആണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ ദിസ് ഈസ് അവർ റൈറ്റ് ഹാൻഡ് സൈഡ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ രണ്ട് ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വന്നാൽ ഇനി തെറ്റത്തില്ല, ക്ലിയർ ആയിട്ട് ചെയ്യും എന്ന് ഉറപ്പിക്കണം. ഓക്കെ, നമുക്കൊരു 2 ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. സോ അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസും കൂടെ ഈ ക്ലാസ്സിൽ നോക്കാം. 2 ക്വസ്റ്റ്യനും ഇനിക്വാളിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇനിക്വാളിറ്റിയിൽ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നത് ഇനിക്വാളിറ്റി സോൾവ് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ്. ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യത്തെ ചോദ്യം, x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. സാധാരണ എങ്ങനെയാണോ നമ്മൾ ഓൾജിബ്രൈക് സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ചെയ്താൽ മതി. ഈ ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ലെസ് ദാനോ ഈക്വൽ ടു എന്താണെന്ന് വെച്ചാൽ അത് അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കൊണ്ടുവരിക. ഇനി ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെസ് ദാൻ ആക്കണം, ലെസ് ദാൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആക്കണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആക്കണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കണം എന്ന് മാത്രം കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. x/3 ഗ്രേറ്റർ ദാൻ x/2 + 1. ആദ്യമേ തന്നെ എന്ത് ചെയ്യുക? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈ 1 കൂടെ കൊടുക്കാം. x/3 ഗ്രേറ്റർ ദാൻ 1 × x, x പ്ലസ് 1 × 2 2/1 × 2 2. ഓക്കെ ആണേ. 2 ഇങ്ങോട്ട് വരും. 2x ഗ്രേറ്റർ ദാൻ 3 × 2 പേരുണ്ട്, ഇപ്പോൾ ബ്രാക്കറ്റ് ഇടണം, x + 2. സോ 2x ഗ്രേറ്റർ ദാൻ 3x + 6. ഓക്കെ ആണേ, ക്ലിയർ ആണേ. 3xും കൂടി ഇപ്പുറം എടുക്കാം. 2x - 3x ഗ്രേറ്റർ ദാൻ 6. 2xൽ നിന്ന് 3x പോയാൽ -x ഗ്രേറ്റർ ദാൻ 6. മൈനസ് വന്നാൽ മൈനസിനെ ഒഴിവാക്കണമെങ്കിൽ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. -xനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ +x ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആവും. 6നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -6. x ലെസ് ദാൻ -6. x ബിലോങ്സ് ടു -∞ മുതൽ -6 വരെയാണ് ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. -6നേക്കാൾ കുറഞ്ഞ വാല്യൂസ്, ഇപ്പോൾ -∞ മുതൽ -6 വരെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയോളൂ. സോൾവ് x + x/2 + x/3 ലെസ് ദാൻ 11. സോ എന്ത് ചെയ്യുക? നമുക്ക് ഒന്നില്ലെങ്കിൽ ത്രൂ ഔട്ട് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അപ്പോൾ ഇച്ചിരി എളുപ്പം ഉണ്ടാവും. താഴെ 2 × 3 6 ആണല്ലോ, അപ്പോൾ മൊത്തത്തിൽ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അനാവശ്യമായ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റെപ്പുകളൊക്കെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. സോ ത്രൂ ഔട്ട് 6 കൊണ്ട് ഗുണിക്കുകയാണ്. ഇപ്പോൾ 6 × x 6x വരും. x/2നെ നമ്മൾ 6 കൊണ്ട് ഗുണിക്കണം. x/3നെ നമ്മൾ 6 കൊണ്ട് ഗുണിക്കണം. 11നെയും 6 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, ഇവിടെ 2ഉം 6ഉം കട്ടായാൽ 3 വരും. 3ഉം 6ഉം കട്ടായാൽ 2 വരും. ഓക്കെ ആണേ. സോ 6x + 3 × x 3x + 2 × x 2x ലെസ് ദാൻ 11 × 6 66. 6xും 3xും കൂട്ടിയാൽ 9. 9ഉം 2ഉം 11x ലെസ് ദാൻ 66. അവിടുന്ന് x ലെസ് ദാൻ 66/11. x ലെസ് ദാൻ 66നെ 11 കൊണ്ട് ഹരിച്ചാൽ എന്താണ്? 6. x ലെസ് ദാൻ 6. ഇതിൻ്റെ ആൻസർ എന്ത് വരുന്നത്? x ബിലോങ്സ് ടു -∞ തുടങ്ങി അങ്ങ് 6 വരെ ഉത്തരം വരാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ ഇതുപോലെ ഇൻ്റർവെൽസിൽ ഉത്തരം എഴുതി വേണം നമ്മൾ ഫൈനൽ ആൻസർ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിക്വാളിറ്റിയിലെ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മറ്റൊരു ക്ലാസ്സിൽ ഇതേപോലെ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ലെങ്തി വീഡിയോസ് പിന്നീട് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു ചെറിയ ചെറിയ വീഡിയോസിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടുപോകുന്ന ഒരു സെഷൻസ് ആണിത്. കറക്റ്റായിട്ട് പ്രയോജനപ്പെടുത്തി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ യു.